രേഖാചിത്രം ഹിറ്റടിച്ച് നിന്ന് പ്രേക്ഷകരെല്ലാം ഏറ്റെടുത്ത് ലോകമെമ്പാടുള്ളവർ ഏറ്റെടുത്ത് അടുത്തൊരു സൂപ്പർ സിനിമയിലേക്ക് വീണ്ടും വരുന്നു, മമ്മൂക്കാട് സിനിമയിലേക്ക്. എങ്ങനെയുണ്ട്? നമുക്ക് നല്ലതാണ്. ഇനി നിങ്ങളെങ്ങനെയാണെന്ന് പറയണം. ഉറപ്പായിട്ടും നമ്മൾ പറയുമല്ലോ. അതെ, ഈ ഒരു ജേർണി നല്ലതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബസൂക്കയ്ക്ക് ശേഷമാണ് രേഖാചിത്രം ചെയ്യുന്നത്. അപ്പം അതിലും മമ്മൂട്ടി സാറിന്റെ പ്രസൻസ് ഉണ്ട്. മമ്മൂട്ടി സാർ അല്ലെങ്കിൽ ആക്ച്വലി ആ പടം മമ്മൂട്ടി ചേട്ടൻ അല്ലെങ്കിൽ പടം ഇല്ല രേഖാചിത്രം. മമ്മൂട്ടി സാറിന്റെ പ്രസൻസ് ഉള്ളതും മറ്റേത് മമ്മൂട്ടി സാറിന്റെ തന്നെ ആ സിനിമ ആവുന്ന സമയത്ത് വളരെയധികം സന്തോഷം. ഞാൻ പറയുന്നുണ്ടെങ്കിൽ മമ്മൂട്ടി സാറിന്റെ അടുത്തൊരു സിനിമ കൂടി ആക്കിയാൽ എനിക്ക് ഹാട്രിക് അടിക്കാന്നുള്ളത്. 3 മമ്മൂട്ടി സാർ സിനിമയായിട്ടും എല്ലാം പ്ലാൻഡ് ആണ്. അടുത്ത ചാട്ട്, അടുത്ത മമ്മൂട്ടി സാറിന് ഹാട്രിക്, പിന്നെ അടുത്ത, അങ്ങനെ എല്ലാം പ്ലാൻഡ്. അങ്ങനെ സംഭവിച്ചതിൽ വളരെയധികം സന്തോഷം. ലുക്കിംഗ് ഫോർവേഡ്. നിങ്ങളെ പോലെ തന്നെ എങ്ങനെ ഉണ്ടാവും പടം. കാരണം ഒപ്റ്റിമിസ്റ്റിക് ആയി ഡീൻ ചിന്തിച്ച് ചെയ്തൊരു സിനിമയാണ്. ഗെയിമിങ് എലമെന്റ്സ് ആഡ് ചെയ്ത് വൺ ഓഫ് ദി സ്റ്റൈലിഷ് മൂവീസ് ആയിട്ട് മലയാളത്തില് വരാൻ പോകുന്ന മമ്മൂട്ടി സാറിന്റെ ഒരു ബെസ്റ്റ് സിനിമയാകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതാവട്ടെ എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ പറഞ്ഞ സിംഗ് സൗണ്ട് ആദ്യമായിരിക്കുമല്ലോ അല്ലേ? അല്ല, മദനോത്സവം സിംഗ് സൗണ്ട് ആയിരുന്നു. അതിന് മുമ്പ് ഏത് പടമായിരുന്നു? മദനോത്സവം. മദനോത്സവത്തിലുണ്ടായിരുന്നു, അതിൽ സിംഗ് സൗണ്ട് ആയിരുന്നു. അപ്പൊ ഇവിടെ സിംഗ് സൗണ്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇല്ല. ഈ മമ്മൂക്കായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടല്ലോ? ഇല്ലായിരുന്നു. അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരെണ്ണുണ്ട്. അപ്പൊ മമ്മൂക്കാട് അടുത്ത് നിൽക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ നമുക്ക്. മമ്മൂക്കാട് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ, അല്ലെ വെറുതെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭയപ്പാടും ഒരു സ്നേഹത്തിന്റെ ഭയപ്പാടാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു സിറ്റുവേഷൻ ഓർക്കുവാണെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിടിക്കുന്നു. ഓർക്കാൻ പറ്റില്ല. പുള്ളി വരുന്നു, നമുക്ക് സീൻ പറയാൻ പറ്റില്ല. ഞാൻ പരിചയപ്പെട്ടില്ല. പുള്ളി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അപ്പൊ എന്റെ മനസ്സിൽ മറ്റേ വേദനിക്കുന്ന കോടീശ്വര ശങ്കർദാസ് ഇതൊക്കെ ഇങ്ങനെ മുന്നിൽ വെക്കുന്നത്. എന്നിട്ട് ഞാൻ പോയിട്ട് എന്റെ കുട്ടി ശങ്കരൻ എന്നൊക്കെ പറയാൻ. പക്ഷെ ബാമ പറഞ്ഞ സീനില് എനിക്ക് തോന്നുന്നു മാസ്ക് ആയെന്ന് തോന്നുന്നു അവിടെയുള്ള ആ സീനില്. എന്നിട്ട് മമ്മൂക്ക ചിമ്പൻ ബോഡി മാറ്റി വെക്കണമെന്ന് പറഞ്ഞു. അവളെ കാണുന്നില്ല, അത്രയും ശ്രദ്ധിച്ചു. അവളെ ഫ്രെയിമിൽ കിട്ടുന്നില്ല, നിന്റെ ചിമ്പൻ ബോഡി മാറ്റി വെക്കുന്നു. എന്താ പറയാ, വളരെ കൺസിഡറേറ്റ് ചെയ്ത് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നൊരു ആളെത്തിയാണ്. അപ്പോ കണ്ടു. അപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളിൽ എന്തായാലും ആ ഒരു ഫിയറും സംഭവങ്ങളും ഡെഫിനറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ പുള്ളി അത് വളരെ ഈസിനെസ്സോടെ ഹാൻഡിൽ ചെയ്ത് നമ്മുടെ അടുത്ത് സംസാരിച്ച് ഭയങ്കര ചില്ലാക്കാൻ നോക്കി. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നത്. ഒരു ഒപ്പം നിൽക്കുന്നതാണ് പുള്ളി അത്രയും കംഫർട്ടബിൾ ആക്കുക ഒരു ഹോൾ ടീം. ഈ സിദ്ധാർത്ഥ പറഞ്ഞൊരു മമ്മൂക്കാനെ കുറിച്ചാണ് നമ്മൾ ഈ സിനിമയും മമ്മൂക്കായെ കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കും. നമുക്ക് എന്തോരം പറഞ്ഞാലും മമ്മൂക്കാനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് തീരില്ല. എത്ര എപ്പിസോഡ് പോയാലും അതിനെ കുറിച്ച് പറയാനുണ്ടാവും. സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ പല ആളുകൾ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലേ, പല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വേഷങ്ങളിലൊക്കെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് സിദ്ധാർത്ഥിന് കിട്ടുന്നത്. ഇപ്പം അമ്മയെക്കുറിച്ച് നമ്മൾ ഓർത്തുപോയി. ഈ അന്നത്തെ കാലഘട്ടത്തിൽ അമ്മയെക്കുറിച്ച് നമ്മൾ ഓർത്തുപോയി. അമ്മയുണ്ടായിരുന്ന ഒരു യാത്രയും അമ്മയില്ലാത്തൊരു യാത്രയും കൂടുതൽ സിനിമയിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളുടെ കൂടെ ഒക്കെ യാത്രയുണ്ട്. അമ്മ ഈ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കും, സ്വാഭാവികമായിട്ട് ചിന്തിക്കും. ഇങ്ങനെ വേറെ ആളുകളുടെ കൂടെ യാത്ര ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ സിദ്ധാർത്ഥ് ചിന്തിക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയില്ല. ബിക്കോസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് റിയാലിറ്റിയിൽ അമ്മയില്ല എന്നുള്ളൊരു ബോധത്തിലേക്ക് ഞാൻ എത്തിയത്. അപ്പോൾ പിന്നെ ഞാൻ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാം. അമ്മയില്ല, അച്ഛനും ഇല്ല എന്നുള്ള അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ പേഴ്സണൽ ജേർണിയാണ്. അതിലേക്ക് എത്തുകയും ചെയ്തു. പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല ഇപ്പോൾ. സോ ഐ എം ഹിയർ. അമ്മയിൽ നിന്നും പല കാര്യങ്ങൾ, ലൊക്കേഷനും കാര്യങ്ങളും ഒത്തിരി പഠിച്ചിട്ടുണ്ട്, ഒത്തിരി പോയിട്ടുണ്ടല്ലേ. ഇപ്പോഴുള്ള യാത്രയിൽ ഈ പറഞ്ഞ അമ്മ അന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ ഓർക്കാറില്ലേ? ഒരു ലൊക്കേഷൻ പോകുമ്പോൾ ഇങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഈ ആക്ടറിന്റെ സാധനം ഞാൻ നിദ്ര ചെയ്യുന്ന സമയത്ത്, അമ്മ അഭിനയിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഒരു ടേക്ക് കഴിഞ്ഞിട്ട് ഒരു പെർഫോമിങ് ടേക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് ഒന്നുകൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയാണ് ഇത് എൻ്റെ അടുത്ത് ആദ്യം പറയണം. യു ഡു ഹൗ മെനി റിഹേഴ്സൽസ് യു വോണ്ട്, ഐ വിൽ കം ആൻഡ് ഡു ഇറ്റ്, ബട്ട് ഡു ടേക്ക് 1-2 ചെയ്യാൻ പാടില്ല. അതിൻ്റെ മുകളിൽ ചെയ്യില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ വന്നത് വീണ്ടും വരണം എന്നില്ല. സോ ഡോണ്ട് ഡു ദാറ്റ് എന്നുള്ളതിൻ്റെ ഒരു സാധനം. അത് ഞാൻ ഇന്ന് വരിക്കും ഞാൻ ചെയ്യുന്ന സിനിമകളിൽ അത്തരം റിഹേഴ്സൽസ് എല്ലാവർക്കും, ഇൻക്ലൂഡിങ് ദ ഫോക്കസ് പുള്ളർ, ഐ ഗിവ് എം എ റിഹേഴ്സൽ ഓഫ് വെയർ മൈ ആർട്ടിസ്റ്റ് കംസ് ആൻഡ് സ്റ്റാൻഡ്സ് ആൻഡ് ഓൾ. കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ടേക്കിലേക്ക് പോവുക. ആൻഡ് ഒബ്വിയസ്ലി എനിക്ക് 2 ടേക്കിൻ്റെ മുകളിൽ പോകാറുമില്ല. ആൻഡ് ഈവൻ ആസ് എൻ ആക്ടർ വെൻ ഐ എം ഗോയിങ് ദർ ഐ വിൽ ട്രൈ ആൻഡ് പുഷ് ഇറ്റ്. റിഹേഴ്സൽ ഇത് ചെയ്ത് മനസ്സിലാക്കി തന്നെ. അത് മമ്മൂക്കയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ആ റിഹേഴ്സൽസിൻ്റെ വാല്യൂം, ഹൗ ഹീ ഈസ് ഡൂയിങ് ഇറ്റ് എന്നുള്ളത് മനസ്സിലാവും. സോ ഐ സ്റ്റിൽ
ഫോളോ ദാറ്റ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.